ഇന്ന് ആഷ് വെനസ്ഡേ ആണ്. ചിലർക്ക് ഇന്ന് നോയമ്പ് തുടങ്ങി, ചിലർക്ക് തിങ്കളാഴ്ച നോയമ്പ് തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് തന്നെ എൻ്റെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നിയത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാർത്തകൾക്കകത്തൊക്കെ ചില അച്ഛന്മാരെ പറ്റി മോശപ്പെട്ട കാര്യങ്ങൾ കേൾക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മളത് അവഗണിച്ച് കളയുകയാണ് ചെയ്യുന്നത്. കാരണം പേഴ്സണലി അവരെ അറിയത്തില്ല, സത്യമാണോ എന്നറിയത്തില്ല, പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങ് വിട്ടുകളയും. പക്ഷെ ഇപ്പം 2-3 ദിവസം മുമ്പ് കേട്ട ഒരു വാർത്ത, ഷൈനി എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഒരമ്മ 2 കുഞ്ഞു മക്കളെയും ചേർത്ത് പിടിച്ച് ആത്മഹത്യ ചെയ്തു. അത് കേരളത്തിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു. അതിൻ്റെ പിന്നിൽ മെയിനായിട്ടുള്ള ഒരു വൈദികനാണെന്നുള്ളതാണ് അതിലും വലിയൊരു ഞെട്ടിക്കുന്ന കാര്യം. എത്രമാത്രം വിഷമിച്ചിട്ടായിരിക്കാം കുഞ്ഞു മക്കളെയും കൂടെ ചേർത്ത് പിടിച്ചു ആത്മഹത്യ ചെയ്യേണ്ട ഒരു ഗതി അവർക്കുണ്ടായത്. ഇങ്ങനെ മോശപ്പെട്ട കാര്യങ്ങൾ വൈദികരെ പറ്റി കേൾക്കുമ്പോൾ പുതിയ തലമുറയ്ക്ക് പള്ളിയിലുള്ള വിശ്വാസമേ നഷ്ടപ്പെട്ടു തുടങ്ങി. അവർ ചോദിക്കുന്നത്, ഇങ്ങനെയുള്ള അച്ഛന്മാരുടെ അടുത്ത് ഞാൻ എന്തിനു കുമ്പസാരിക്കണം, ഞാൻ എന്തിനവർ പറയുന്നത് കേൾക്കണം, വീട്ടിലിരുന്നാലും ദൈവം പ്രാർത്ഥന കേൾക്കത്തില്ല, വീട്ടിലിരുന്ന് നന്മ പ്രവൃത്തികൾ ചെയ്യത്തില്ല, ഇതൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ഇതിന് ഉത്തരം നമ്മുടെ കയ്യിലില്ല. അതുപോലെ തന്നെ പഴയ തലമുറയും പള്ളിയിൽ പോകുന്നത് ഒരു ശീലമായതുകൊണ്ട് മാത്രമാണ്. ഇങ്ങനത്തെ സ്ഥിതി നമ്മുടെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ തുടർന്നാൽ നമ്മുടെ പള്ളികളെല്ലാം അൽമായിരില്ലാത്ത പള്ളികളായിട്ട് തീരും. അതുപോലെ പുറത്ത് പല കൺട്രികളിലും പള്ളികൾ പബ്ബായി തീർന്നതുപോലെ നമ്മുടെ പള്ളികളും പബ്ബായി തീരും. പിന്നെ നമ്മൾ വീട്ടിൽ ടെക്നീഷ്യന്മാരെ, അതായത് ഇലക്ട്രീഷ്യൻ, പ്ലംബർ ഒക്കെ വിളിക്കാറുണ്ട്. അതുപോലെ കല്യാണത്തിനും മാമുദിസയ്ക്കൊക്കെ മാത്രം വിളിക്കുന്ന ആൾക്കാരായി തീരും നമ്മുടെ വൈദികർ. പക്ഷെ എന്തായാലും എനിക്ക് എൻ്റെ സഭാ നേതൃത്വത്തിലും മേലധ്യക്ഷന്മാരിലും നല്ല വിശ്വാസമുണ്ട്. അവർ ഈ നോയമ്പ് കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നല്ലൊരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എനിക്കറിയാവുന്ന ഒരുപാട് നല്ല അച്ഛന്മാരും കന്യാസ്ത്രീകളുണ്ട്. അവരോടെല്ലാം ഞാൻ ഇങ്ങനെ പറയേണ്ടി വന്നതിൽ ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഇത് പറയണമെന്ന് പെട്ടെന്നങ്ങ് തോന്നി. ഇങ്ങനത്തെ ചുരുക്കം ചില മോശപ്പെട്ട അച്ഛന്മാർ കാരണം നിങ്ങൾക്കും സമൂഹത്തിൽ ബഹുമാനവും വെറുപ്പും ഒക്കെ അനുഭവിക്കേണ്ടി വരും. ബഹുമാനം കിട്ടത്തില്ല നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഇത് പുറത്ത് പറഞ്ഞേ മതിയാവത്തുള്ളൂ. എന്തായാലും നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ, നമ്മുടെ വിശ്വാസത്തെ ഇതുപോലെ തുടർന്നുകൊണ്ട് പോകാൻ ഈ നോയമ്പ് കാലത്ത് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.